ക്ലാരിറ്റി ഇല്ലാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന +2 സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. പ്രധാനമായിട്ടും 2026 BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മുഴുവനായും കാണുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് BCA എന്തിന് പഠിക്കണം, അതിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള കോളേജുകളാണ് ടോപ്പായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ ഈ വീഡിയോ വഴി അതിൽ പകുതിയോളം സംശയങ്ങൾ നിങ്ങൾക്ക് മാറും. പിന്നെയും എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. സോ മെയിൻ ആയിട്ട് നമ്മുടെ ലോകത്ത് ഇപ്പോൾ AI വരുന്നു, കൂടുതൽ ടെക്നോളജീസ് വരുന്നു. ഇതെല്ലാം പല കോഴ്സുകളെയും സത്യം പറഞ്ഞാൽ തുടച്ചു നീക്കുന്നു, പല ജോബ് ഓപ്പർച്യൂണിറ്റീസിനെയും ഒക്കെ റീപ്ലേസ് ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് സാധാരണ ഡിഗ്രി, ഇപ്പോൾ BSc ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ BC ആയിക്കോട്ടെ, ഈ ഡിഗ്രികൾ പഠിച്ചവരെല്ലാം സാധാരണ സർട്ടിഫിക്കേഷനും അല്ലെങ്കിൽ സ്കില്ലും ഒന്നും ഇല്ലാതെ, ജോലി ഇല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല യൂണിവേഴ്സിറ്റികളും ആഡ് ഓൺ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. BScയുടെ കൂടെയും പ്രധാനമായിട്ടും BCയുടെ കൂടെയൊക്കെ ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആഡ് ഓൺ കോഴ്സുകളുടെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ BCA 3 വർഷത്തെ ഒരു കോഴ്സ് സാധാരണ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള ആഡ് ഓണുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ML മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിസിനസ് ഇന്റലിജൻസ്. അപ്പോൾ ഈ രീതിയിൽ നിരവധിയായിട്ടുള്ള ഈ ഫീൽഡുകൾ, ഈ പേര് നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും. കാരണം ഇതെല്ലാം വളരെ ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന, വളരെയധികം ജോബ് ചാൻസുകളുള്ള കോർപ്പറേറ്റ് ഫീൽഡിൽ ഉൾപ്പെടെ, ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഹൈ പാക്കേജിൽ തന്നെ ജോലി സാധ്യതയുള്ള സ്ട്രീമുകളാണ്, മീൻസ് ഇൻഡസ്ട്രികളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടി ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല, മറിച്ച് ഗൂഗിൾ ഉൾപ്പെടെയുള്ള, IBM ഉൾപ്പെടെയുള്ള, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യുവൽ സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ സാധാരണ ഒരു ആഡ് ഓൺ BCA കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ആണ് വിത്ത് ഇൻഡസ്ട്രി സ്കിൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ കോളേജ് വഴിയുള്ള പ്ലേസ്മെന്റിനായിക്കോട്ടെ, പിന്നീട് നിങ്ങളൊരു ജോബ് റോളിന് പോകുമ്പോൾ തന്നെ സാധാരണ ഒരു BCA എടുക്കുന്ന വ്യക്തിയെക്കാളും തീർച്ചയായിട്ടും ബൈ സർട്ടിഫിക്കേഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്കിൽ വൈസ് നിങ്ങൾ മുൻപന്തിയിൽ തന്നെ നിൽക്കും. നിങ്ങളുടെ സാലറി ഹൈക്ക് അല്ലെങ്കിൽ പാക്കേജ് സ്റ്റാർട്ടിങ് ആസ് എ ഫ്രഷർ കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇതാണ് BCA ആഡ് ഓൺ കോഴ്സുകളെ കുറിച്ച് പറയാനുള്ളത്. ഇത് 3 വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. ഇനി ഇതിൻ്റെ കോളേജുകളെ കുറിച്ചും അതിൻ്റെ ബാക്കി കാര്യങ്ങളും വരുമ്പോൾ, സാധാരണ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള, കണ്ണൂരൊക്കെ സാധാരണ നോർമൽ BCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ചില ഓട്ടോണോമസ് കോളേജുകളുണ്ട്. അല്ലാതെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള BCA ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്ന നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള നിരവധി പ്ലേസ്മെന്റിന്റെ കാര്യത്തിലും റാങ്കിങ്ങിലും ഒക്കെ NAC ഉൾപ്പെടെ അക്രഡിറ്റേഷനുള്ള നിരവധി കോളേജുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിൽ തന്നെ പ്രധാനമായിട്ടും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചി ബേസ്ഡ് തന്നെയാണ്. ഇപ്പോൾ കൊച്ചിയിൽ എടുക്കുകയാണെങ്കിൽ KMM കോളേജ് ആയിക്കോട്ടെ, ജയ് ഭാരത് ആയിക്കോട്ടെ. അപ്പോൾ ഈ രീതിയിൽ നിരവധി കോളേജുകളുണ്ട്. ഇപ്പോൾ മലബാർ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ചിന്മയ മറ്റൊരു ഓപ്ഷനാണ്. കാലിക്കറ്റിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയും മലപ്പുറത്ത് പെരിന്തൽമണ്ണ, അൽഷിഫ കോളേജ്, MTM കോളേജുകൾ, KMCT. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് സൂചിപ്പിച്ച് പോവുകയാണ്. ഇതിൽ തന്നെ നമുക്ക് പല, ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കോളേജ് മുന്നിലായിരിക്കും. അതുപോലെ തന്നെ അക്കാദമിക് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കോളേജ് മുന്നിലായിരിക്കും. അപ്പോൾ ഒരുപാട് നല്ല ഓപ്ഷനുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. BCA ആഡ് ഓൺ കോഴ്സാണ് നിങ്ങൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ. അറ്റ് ദ സെയിം ടൈം കേരളത്തിന് പുറത്തോട്ട് പോവുകയാണെങ്കിലും ഡിമാൻഡ്, ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെ ഭയങ്കര ഡിമാൻഡുള്ള പല യൂണിവേഴ്സിറ്റികൾ നമുക്കുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ എടുത്തു കഴിഞ്ഞാൽ പ്രസിഡൻസി ആയിക്കോട്ടെ, മംഗലാപുരം എടുത്തു കഴിഞ്ഞാൽ ശ്രീനിവാസ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെയെല്ലാം ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ നൽകുന്ന കോഴ്സിന്റെ സ്ട്രക്ചർ തന്നെയാണ്. ഈ പറയുന്ന കേരളത്തിലെ പോലെ നമുക്ക് ചിലപ്പോൾ എല്ലാ ആഡ് ഓൺ കോഴ്സുകളും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ഇൻ്റഗ്രേറ്റഡ് BCAകൾ പല യൂണിവേഴ്സിറ്റികളും നൽകുന്നുണ്ട്. ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റി, പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ഒക്കെ ബാംഗ്ലൂരിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ ചിലത് മാത്രമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ താല്പര്യമുള്ള എല്ലാവരും മെസ്സേജ് അയക്കുക. ഞങ്ങളുടെ അഡ്മിഷൻ ഗൈഡൻസ് തരുന്നതായിരിക്കും. പ്രധാനമായിട്ടും BCA ഇനി അങ്ങോട്ട് BScയുടെയും BComന്റെയും കോഴ്സ് റിലേറ്റഡ് വീഡിയോസും ഞങ്ങൾ ഉണ്ടാകും. സോ തൽക്കാലം നിർന്നു.